ചേന്നമംഗലൂർ കക്കാട് റോഡ് വീതി കൂടി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. റോഡിനായുള്ള സ്ഥലമേറ്റെടുക്കൽ ചടങ്ങ് നാടിന്റെ ഉത്സവമായി മാറി. പ്രദേശത്തെ പൗരപ്രമുഖൻ കെ.പി. അഹമ്മദ് കുട്ടി കുറ്റിയടിച്ച് സ്ഥലമേറ്റെടുക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ചേന്നമംഗലൂർ കക്കാട് റോഡിന്റെ വയൽഭാഗം വീതി കൂട്ടി ഉയർത്തുന്നുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമായത്. ആധുനിക സൗകര്യങ്ങളോടെ 12 മീറ്റർ വീതിയിലാണ് റോഡ് കെട്ടി ഉയർത്തുന്നത്. ഇതിനായി 15 സെന്റ് ഭൂമിയാണ് കൂടുതലായി ഏറ്റെടുത്തത്. കേവലം ഒരു റോഡ് എന്നതിലുപരി നടപ്പാതയും യാത്രക്കാർക്കായി ഇരിപ്പിടങ്ങളുമടക്കം മികച്ചൊരു ഘടനയാണ് ഈ പദ്ധതിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾക്കായി മുക്കം നഗരസഭ 24 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം എം.എൽ.എ. C.K. കാസിമിന് പ്രദേശത്തെ കൗൺസിലർമാർ ചേർന്ന് നേരത്തെ നിവേദനവും നൽകിയിരുന്നു. എം.എൽ.എയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടിയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ചേന്നമംഗലൂർ നിവാസികൾ. ഇതിലെ വയൽഭാഗം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശമാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം മുക്കം മുനിസിപ്പാലിറ്റിയുടെ പൊതു ഫണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ വകയിരുത്തി ഒരു ഭാഗം കെട്ടിപ്പൊക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബഹുമാനായ എം.എൽ.എക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് 1.25 കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിച്ച് തരാമെന്ന് അദ്ദേഹം ഇവിടെ ഏറ്റിട്ടുണ്ട്. പ്രദേശത്തെ പൗരപ്രമുഖൻ കെ.പി. അഹമ്മദ് കുട്ടി കുറ്റിയടിച്ച് സ്ഥലമേറ്റെടുക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളുള്ളവരുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിക്ക് പ്രദേശത്തെ കൗൺസിലർമാരായ ബനൂജ വടക്ക് വീട്ടിൽ, ഷഫീഖ് മാടായി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കണക്കുപറമ്പ് വാർഡ് കൗൺസിലർ A.P. നസീം, പുൽപ്പറമ്പ് വാർഡ് കൗൺസിലർ ജസീല അസീസ്, മുൻ കൗൺസിലർമാരായ ഫാത്തിമ കൊടപ്പന, A. അബ്ദുൽ ഗഫൂർ, T.K. അബ്ദുറഹ്മാൻ എന്നിവരും ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് K. സുബൈർ, സുബൈദ തട്ടാരത്തൊടി, M.P. താജു, ഗഫൂർ നാഗേരി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.